നമസ്കാരം. നമ്മുടെ പ്രോജക്റ്റിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഗീബൽസിയൻ തത്വം നമ്മൾ മനഃപ്പാഠമാക്കിയാൽ പോരാ, പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു. ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിര ഒടുങ്ങുന്നില്ല. എനിക്ക് തുടക്കത്തിൽ കുറച്ചു നേരമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, കാരണം ഞാൻ ഓൺലൈനിലായതുകൊണ്ട് മുഴുവൻ സമയവും എനിക്ക് പറ്റിയില്ല. വിമാക്കിനെ പ്രതിനിധീകരിച്ച് രക്ഷാധികാരി ഉൾപ്പെടെ ശ്രീ സാലി ഹാജി, രാജേന്ദ്രബാബു, ജയമോഹൻ, രജനീഷ്, പിന്നെ എറണാകുളത്ത് തന്നെയുള്ള വിനോദ് TJ തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത് അവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകുന്നുണ്ടായിരുന്നു. ഞാനത് റെക്കോർഡിംഗ് സമയത്ത് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് 2 മണിക്കൂർ റെക്കോർഡ് ചെയ്തത് 1 മണിക്കൂറായിട്ട് ചുരുക്കേണ്ടി വന്നതുകൊണ്ടും പറഞ്ഞ പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വന്നു. എനിക്ക് അതിനകത്ത് ടെലികാസ്റ്റ് ചെയ്ത വെർഷനിൽ മറുപടി കൊടുക്കാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ പോയ ചില കാര്യങ്ങൾ പൊതുസമൂഹം അറിയണം. കാരണം അവിടെ പങ്കെടുത്തത് കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അവരിൽ പലരും തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഗീബൽസിയൻ തന്ത്രം. ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറയുന്നത്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. ചില അവാസ്തവമായ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രോജക്റ്റ് നിർമ്മാണം തുടങ്ങി 10 വർഷം 11 വർഷം ആകുമ്പോഴും പഴയ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആശ്വാസകരമായ ഒരു കാര്യം ആ ചർച്ചയിൽ നിന്ന് കേട്ടത് ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്നാണ്. രണ്ട് ചേരി ഉണ്ടായിരുന്നു അവിടെ. മത്സ്യത്തൊഴിലാളികളിലും 2 ചേരി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു വിഭാഗം തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ഇപ്പോഴും കടലിൽ പോകുന്നയാളാണ്. അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ തുറമുഖം എന്തായാലും വേണം, പക്ഷേ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന അടിസ്ഥാന വിഭാഗത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടി ക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിലുള്ള നയപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും 30 വർഷമായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അല്ലാതെ മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കി, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ ഒഴിവാക്കി, ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അദാനി മാത്രം വളരണം ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദാനി ചിത്രത്തിൽ പിന്നീടാണ് വന്നത്. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്കൊരു മോചനമാണ് ഈ തുറമുഖത്തിലൂടെ നമ്മൾ അന്നും ഇന്നും സ്വപ്നം കാണുന്നത്. അതിന് ഈ മത്സ്യമേഖലയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആദ്യമേ തന്നെ പുതിയ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് എന്നെ ഇന്നലെ ഒരു ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു സഹായം ചോദിക്കാനാണ് വിളിച്ചത് എന്നോട്. നമ്മുടെ മീഡിയ ഉണ്ടല്ലോ, മീഡിയ വഴി നിങ്ങൾ ഡീപ് സീ ഫിഷിംഗ്, ആഴക്കടൽ മത്സ്യബന്ധനത്തിലോട്ട് കേരളം കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി അതേ മാർഗമുള്ളൂ. നമുക്ക് കരയിൽ നിന്ന് നമ്മൾ പിടിക്കുകയും ചെറിയ വള്ളങ്ങളിൽ പോയി, ചെറിയ ബോട്ടുകളിലൊക്കെ പോയി പിടിക്കുന്നതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആഴക്കടലിലോട്ട് പോകണം. അതിനുള്ള സാങ്കേതിക വിദ്യ, അറിവ്, നോളജ്, പരിചയം ഇത്തരത്തിലുള്ള ആളുകൾ ആരായാലും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഈ പരിപാടി കേൾക്കുന്നുണ്ട്. അവരുടെ പരിചയത്തിലുള്ള ആളുകളെ നമ്മുടെ കേരളം രക്ഷപ്പെടാനാണ്, പ്രത്യേകിച്ച് മത്സ്യമേഖലയിലുള്ളവർ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ താല്പര്യമുള്ള ആളുകളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഡീപ് സീ ഫിഷിംഗ് രംഗത്ത് അനുഭവ പരിജ്ഞാനമുള്ള, മാനേജ്മെന്റ് സ്കില്ലുള്ള, കപ്പലിൽ അതിന്റെ ടെക്നോളജി കൈവശമുള്ള ആളുകൾ ദയവ് ചെയ്ത് ശൈലിംഗമന്ത്രി ഒന്ന് ബന്ധപ്പെടുക. കേരള സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി മത്സ്യമേഖലയിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ 1953 നമ്മുടെ ഇവിടെ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചത് അന്നത്തെ ഗവൺമെന്റ്. ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് പറയും. അതിലൂടെയാണ് ചെറിയ തോതിലുള്ള ഒരു സാങ്കേതിക കൈമാറ്റത്തിലൂടെ നമ്മൾ ബോട്ടുകൾ ഇറക്കി മത്സ്യബന്ധനം നടത്തിയത്. 53 മുതൽ ഏകദേശം 73 വർഷമാകുമ്പോൾ നമ്മുടെ മത്സ്യ കയറ്റുമതി 6,941 കോടി രൂപയാണ്. ഈ 75 വർഷത്തിനിടയിൽ നമ്മുടെ വളർച്ച ഇത്രയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ കേരളത്തിനോട് ഏകദേശം താരതമ്യപ്പെടുത്താവുന്ന ഒരു രാജ്യമാണ് തൈവാൻ. കേരളത്തിന്റെ അത്ര വലിപ്പം, കേരളത്തെക്കാൾ ജനസംഖ്യ കുറവ്. നമ്മുടെ 3 ഇരട്ടിയാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്.
16,150 കോടി രൂപയുടെ മത്സ്യം അവർ കയറ്റി ചെയ്തു. പലപ്പോഴും തൈവാന്റെ കപ്പലുകൾ നമ്മുടെ ഉൾക്കടലിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടലിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ വിയറ്റ്നാം, തൈവാൻ, ചൈന, ഏറ്റവും കൂടുതൽ നമ്മുടെ കടലിൽ വരുന്നത് ചൈനയാണ്. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് ഒരു മേൽക്കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആഴക്കടൽ ഡീപ് സീ ഫിഷിങ്ങിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്ന തരത്തിൽ ഇപ്പൊ 6,941 കോടി രൂപ ഒരു വർഷം കേരളം മുഴുവനുമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും വിഹിതം എത്രയായിരിക്കും എന്നറിയാമല്ലോ. പിന്നെ അതിന്റെ വ്യവസായ മേഖലയിലും എല്ലാം കൂടി കഴിയുമ്പോൾ അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് 73 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ മത്സ്യമേഖല. പിന്നെ ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പ്ലസ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ. വെള്ളം ഇപ്പോഴും ഒരു കുടത്തിന് 5 രൂപ കൊടുത്ത് വാങ്ങുന്ന ആളുകൾ വിഴിഞ്ഞത്തുള്ളതായിട്ട് എനിക്കറിയാം. അപ്പൊ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. 73 വർഷമായിട്ട് നമ്മുടെ മുന്നേറ്റം കൊണ്ട് ഇപ്പോഴും കുടിവെള്ളമില്ല, സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല, മറ്റു പല പരിമിതികൾ, ആശുപത്രി സൗകര്യങ്ങളില്ലാതെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനി അത് പാടില്ല. ഇതിനപ്പുറം നമുക്ക് പോകാൻ ഒരു കുതിച്ചുചാട്ടം നടത്തിയേ പറ്റൂ. ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഉത്തരം ഇല്ലാതെ പോയ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കേട്ട ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റാതെ പോയത്, ശംഖുമുഖം തകർന്നുപോയി. എന്റെ സുഹൃത്തെ, ഈ വലിയ പരിസ്ഥിതി പ്രവർത്തകൻ എന്നാണ് പറയുന്നത് ചോദ്യം ചോദിച്ചാൽ. ശംഖുമുഖം 2004 മുതൽ തകർന്നതിന്റെ ചിത്രം ഞാൻ കാണിക്കാം. 2004, 2005 ശംഖുമുഖത്തോട് എന്റെ വീടിന്റെ മുൻവശമാണ്. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരട്ടെ ഈ വിഷയത്തിൽ. കൊച്ചിയിലിരിക്കുന്ന ആൾക്ക് ശംഖുമുഖത്തോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ കേരളം മുഴുവൻ രക്ഷപ്പെടുമായിരുന്നു. തുറമുഖം എന്ന് പറയുന്നതിന് മുമ്പ്, തുറമുഖത്തെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഈ ശംഖുമുഖത്ത് കടൽ കയറുന്നത് നിത്യസംഭവമാണ്. കടൽ വരും, കടൽ പോകും, മണ്ണെടുത്തുകൊണ്ട് പോകും, തിരിച്ചു മണ്ണ് കൊണ്ടുവയ്ക്കും. ലോകം മുഴുവൻ നടക്കുന്ന പ്രതിഭാസം കാരണം ഇപ്പൊ സമയം കൂടുതൽ മണ്ണെടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ച് റെപ്ലനിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതിന്റെയൊക്കെ വലിയ സയൻസാണ്. അതും തുറമുഖമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2, സിമന്റ് ഗോഡൌൺ. ഇതാണ് ഈ പറഞ്ഞ ഗീബൽസ്യൻ തന്ത്രം. സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നത് സുനാമി കാലത്ത് വലിയതുറ, പൂന്തുറ ഭാഗത്ത് നിന്ന് പോയ കുറച്ച് തൊഴിലാളികളാണ്. വിഴിഞ്ഞം, ആവർത്തിച്ച് പറയുന്നു, ചലഞ്ച് ചെയ്യുന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്ഥലമെടുത്ത കൂട്ടത്തിൽ ഒരൊറ്റ മത്സ്യത്തൊഴിലാളികളുടെ വീട് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളെ പോലും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടില്ല. വല്ലാർപാടത്തും മൂലമ്പള്ളിയിലും ഒക്കെ വെടിവയ്പും ലാത്തിചാർജും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വിഴിഞ്ഞത്ത് ഒരൊറ്റ മത്സ്യത്തൊഴിലാളിയുടെ വീട് തുറമുഖത്തിന് വേണ്ടി എടുത്തിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ സന്തോഷത്തോടെ നഷ്ടപരിഹാരം വാങ്ങിച്ച വീടുകൾ കൊടുക്കുകയും സ്ഥലം കൊടുക്കുകയും ചെയ്ത ആളുകളാണ് വിഴിഞ്ഞത്തുള്ളത്. അതിനകത്ത് ചില ചിപ്പി തൊഴിലാളികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, കുറച്ച് ചിപ്പി തൊഴിലാളികളുണ്ടാവും. അല്ലാതെ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ഒരൊറ്റ തൊഴിലാളിയുടെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഈ സിമന്റ് ഗോഡൌണും ശംഖുമുഖവും ആവർത്തിക്കുന്നത് നിങ്ങളുടെ പാപ്പരത്വമാണ്. നേരിട്ട് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ഞാൻ ഈ 2 വിഷയത്തിലും തയ്യാറാണ്, പൊതുവെ എല്ലാ വിഷയത്തിലും തയ്യാറാണ്. നിങ്ങൾ ഇങ്ങനെ 2026 ഈ പഴങ്കഞ്ഞി പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ നശിപ്പിക്കാൻ ഇനിയും ഉടുപ്പിട്ടിറങ്ങരുത്. 2,500 കോടി മുടക്കിയ അദാനി എങ്ങനെയാണ് അതിൽ നിന്ന് 13,000 കോടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതെന്നുള്ളതായിരുന്നു വേറൊരു മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാവിന്റെ ആക്ഷേപം. നിങ്ങൾ കുറച്ചുകൂടെ വസ്തുതകൾ പഠിച്ചുകൊണ്ടുമാണ്. നിങ്ങളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്നതാണ് ഇത്തരം പരിപാടികളിലൂടെ. നിങ്ങളാണ് സ്വയം അപഹാസ്യനാകുന്നത്. 2,500 കോടി രൂപ അദാനി മുടക്കി, അതിന്റെ കൂടെ 19,000 കോടി കൂടി മുടക്കി, ഏകദേശം 21-22,000 കോടി രൂപ 2028 ആകുമ്പോൾ മുടക്കുന്നതിന്റെ വാല്യുവേഷനും കൂട്ടിച്ചേർത്താണ് 27,000 കോടിയാവുന്നത്. അല്ലാതെ 2,500 അല്ല 27,000. 2,500 പ്ലസ് 19,000 ആ തുകയുടെ 2028 ഈ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകാവുന്ന വാല്യുവേഷൻ അത് 27,000 കോടി രൂപയാണ്. നിങ്ങളുടെ ആസ്തിയും ആ തരത്തിൽ വർദ്ധിക്കും. 27,000 കോടിയുടെ 49% അവർ ഷെയർ വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ ഇരിക്കെ 2,500 കോടി രൂപയ്ക്ക് എങ്ങനെയാണ് 13,000 കോടി കച്ചവടം നടത്തുന്നത്? ഇവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല, ആകെ ഷെയർ മാത്രമാണ് കൈമാറുന്നത്. തുറമുഖവും ആ കടലും ആ മണ്ണും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. തലമുറകളോളം കേരളത്തിന്റെ ആസ്തി, ഇന്ത്യയുടെ ആസ്തിയായിട്ട് അവിടെ തുടരും. മൂന്നാമത്തെ ഒരു ചോദ്യം വളരെ ബഹുമാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ്. മൾട്ടിപർപ്പസ് പോർട്ട് എവിടെ? മൾട്ടിപർപ്പസ് പോർട്ട് അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഡിസൈൻ കാണിക്കാം. മൾട്ടിപർപ്പസ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ടെർമിനലും ബൾക്ക് കാർഗോ ടെർമിനലും ഇനി ഡിഫൻസിനും ക്രൂയിസിനും എല്ലാം ബ്രേക്ക് വാട്ടർ സൈഡില്
കൃത്യം പ്ലാനും പദ്ധതികളുമുണ്ട്. അല്ലാതെ കണ്ടെയ്നർ ടെർമിനൽ മാത്രമല്ല, മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെയാണ് 2028 ഇത് പൂർത്തിയാകാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങളിതൊന്ന് മനസ്സിലാക്കി, കുറഞ്ഞ പക്ഷം ഇതൊക്കെ പഠിക്കുന്ന ആളുകളെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്തരം കൃത്യമായ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രൊജക്ടിനെ വേറെ ഏതെങ്കിലും പ്രൊജക്ടുകൾ പരാജയപ്പെട്ടു എന്നതിന്റെ പേരിൽ ആക്ഷേപിക്കരുത്. വിഴിഞ്ഞം തുറമുഖത്തിനെ ആക്രമിക്കുവാൻ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റു ഉദാഹരണങ്ങളിലോട്ടൊന്നും പോകണ്ട. വിഴിഞ്ഞം തുറമുഖം അതിന്റെ മെറിറ്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകും. അപ്പോഴും കള്ളങ്ങൾ ആവർത്തിക്കുന്നവർക്ക്, പാതി സത്യങ്ങൾ ആവർത്തിക്കുന്നവർക്ക് ഇതൊരു മറുമരുന്നായി കാലം തെളിയിച്ചു കൊടുക്കും. അവിടെ രണ്ട് വീട്ടമ്മമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾ ഈ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്ക് വല്ല ജോലിയും കിട്ടുമോ? ഒരാൾക്കും ഉത്തരവില്ല. ഞാൻ കൃത്യമായ ഉത്തരം, ഇതിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം ഈ പരിപാടിയിൽ കൂടെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അവതരിപ്പിക്കാം. കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും തൊഴിൽ നൽകാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് എത്രത്തോളം വേഗത്തിൽ പ്രവർത്തിക്കുന്നുവോ അത്രയും വേഗത്തിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും തൊഴിൽ നൽകാൻ കഴിയുന്ന മഹത്തായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് വിഴിഞ്ഞം. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ അതിനെ പരമാവധി സംരക്ഷിക്കുന്ന, പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ദയവ് ചെയ്ത് അതിനെ തോൽപ്പിക്കുന്ന, അതിനെ തകർക്കുന്ന ചിന്ത പോലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നാളെ വരെ നമ്മൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി MSCക്ക് പുറമെ ലോകത്തുള്ള എല്ലാ കമ്പനികളും വരും, മാനുഫാക്ചറിംഗ് കമ്പനികൾ വരും, ചൈനയിൽ നിന്ന് പോയിരിക്കുന്ന കമ്പനികൾ പലതും വരും. അങ്ങനെ ഒരു വലിയ ഇക്കോസിസ്റ്റം രൂപപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരും. നമ്മുടെ കുട്ടികൾക്കെല്ലാം മാന്യമായി തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാനും കഴിയും. ദയവ് ചെയ്ത് അതിനുള്ളൊരു അവസരം കേരളീയർ മുഴുവൻ നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെയിലിംഗ് മിലിറ്ററി മുന്നോട്ട് വയ്ക്കുന്നത്.